മാമോദിസ പേരല്ലേ വിളിച്ച് പറയുക. അപ്പോൾ പള്ളിയിലേക്ക് ചീട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടവയിലേക്ക് ചീട്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എൻ്റെ പേര് മേരി മാഗ്ദലിൻ എന്നാക്കി തരാമോ? ഈ മറിയം മഗ്ദലേന എന്നുള്ളത് എൻ്റെ തന്നെ ഒരു തർജ്ജമയാണല്ലോ. അച്ഛൻ മനസ്സോടുകൂടി അത് മേരി മാഗ്ദലിനാക്കി. അങ്ങനെ ഞാൻ മേരി മാഗ്ദലിനായി. പിന്നീട് ഞാൻ ഈ വിശുദ്ധയെക്കുറിച്ച് നമുക്കറിയാവുന്ന ബേസിക്കലി നമുക്കറിയാം, പാപിനിയായിരുന്നു. ഈ മാനസാന്തരപ്പെട്ടു, ഈശോയുടെ കൂടെ ഈശോയോടൊപ്പം നടന്നു, ഈശോയുടെ മരണത്തിൽ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു, കുരിശിൻ്റെ കീഴെ ഉണ്ടായിരുന്നു. ഈശോയുടെ മരണശേഷം ഈശോ പ്രഥമ ദർശനം നൽകിയതും ഉത്ഥാനത്തിൽ ഈശോ മരിച്ച് ഈശോ ആദ്യം ദർശനം കൊടുത്തതും മഗ്ദലേന മറിയത്തിനായിരുന്നു എന്ന് നമുക്ക് അതുവരെ നമുക്കറിയാം. പക്ഷെ എന്നാലും പാപിനിയായ സ്ത്രീ എന്നുള്ളൊരു ഡെസിഗ്നേഷൻ അവിടെ കിടപ്പുണ്ടല്ലോ. പിന്നീട് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വായിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടങ്ങി മഗ്ദലേന മറിയത്തെക്കുറിച്ച്. കാരണം മഗ്ദലേന മറിയം ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ മരണശേഷം ഈശോയ്ക്ക് വേണ്ടി സുശേഷകയായി ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മഗ്ദലേന മറിയത്തെയും കൂട്ടരെയും യഹൂദർ അവിടെ നിന്ന് ഫ്രാൻസിലേക്ക് നാട് കടത്തപ്പെട്ടു എന്നാണ് ഞാൻ വായിച്ചെന്നറിഞ്ഞത്. അവിടെ ഒരു ലാസേൻ ഭൂമി എന്ന് പറഞ്ഞൊരു കുന്നിൻ ചെരുവിൽ ഒരു ഗുഹയിലാണ് പിന്നെ ശിഷ്ടകാലം കുറച്ച് ജീവിച്ചത്. മാലാഖമാർ കൊടുത്തിരുന്ന തിരുവോസ്തിയായിരുന്നു വിശുദ്ധയുടെ ഭക്ഷണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മാലാഖമാർ കൊണ്ടുവന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി തിരുവോസ്തി കൊടുക്കുന്നു. അപ്പോൾ ഈശോയ്ക്ക് എത്രയോ വേണ്ടപ്പെട്ട വ്യക്തിയാണ് ഈ മഗ്ദലേന മറിയം, അല്ലേ? അപ്പം ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ഒരു നീതികേട്. ആ പേരിനെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടാതെ ഇരുന്നാൽ ഞാൻ എന്നോട് കാണിക്കുന്ന നീതികേടായിരിക്കും അത്. പിന്നെ മരണസമയം അടുത്തപ്പോൾ മാലാഖമാരാൽ തന്നെ അവിടുന്ന് സംവഹിക്കപ്പെട്ട് വിശുദ്ധ മാക്സിമസിൻ്റെ ദേവാലയത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടെ വെച്ചാണ് മരിച്ചത്. AD 68 മരിച്ചത്. ഫ്രെയിൽ ആൻഡ് പെനിറ്റൻറ്റ് വുമൻ്റെ മധ്യസ്ഥയായിട്ടും ഒക്കെയാണ് നമ്മളിപ്പോൾ മഗ്ദലേന മറിയത്തെ വണങ്ങുന്നത്. അതായത് മാനസാന്തരത്തിൻ്റെ പെനിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോങ് തിങ് ചെയ്ത്, അതായത് തെറ്റായൊരു പാപം ചെയ്തിട്ട് നമ്മൾ ആ ഒരു പെയിനിലും ആ ഒരു ഡിപ്രഷനിലും കഴിയുന്നവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത, ഫിസിക്കലി ബുദ്ധിമുട്ടുകളും അങ്ങനെ ആണ് ആ ഒരു മധ്യസ്ഥ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. ഈ സഭചരിത്രത്തിലെ വിശുദ്ധരുടെ ഗണത്തിൽ പ്രധാനമുള്ള ഒരു വിശുദ്ധയും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മകളുമായിരുന്നു വിശുദ്ധ മഗ്ദലേന മറിയം. എന്നിട്ടും ഞാൻ ആ പേരിന് അത്രയും വെറുത്തിരുന്നു എൻ്റെ കൊച്ചുനാളിൽ. അതെൻ്റെ ബുദ്ധി മോശം. ഇന്ന് എൻ്റെ കൂടെ ഇല്ല, അപ്പച്ചൻ മരിച്ചു. പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ അപ്പച്ചനോട് നന്ദി പറയുന്നത് എനിക്ക് ആ പേരിട്ടതിൽ. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പേര് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതവും ഞാൻ അതനുസരിച്ച് മാറ്റണ്ടേ, എൻ്റെ ജീവിതത്തിൽ